ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയും നമ്മുടെ നവ്യയും തമ്മിലുള്ള ഒരു സംസാരമാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എന്റെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, അതൊന്നും നടക്കത്തില്ല. നീ അവന്തികേനെ വിവാഹം കഴിക്കുക. പിന്നെ എനിക്ക് അവന്തിയോട് പ്രത്യേകിച്ച് സ്നേഹമോ ഈ പറയുന്ന എന്റെ അനിയത്തിയോട് പ്രത്യേകിച്ച് സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട, നിന്റെ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാ നവ്യടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എന്നെ കൊണ്ട് ഇപ്പം എല്ലാവരും കൂടെ അവന്തികേനെ വിവാഹം കഴിപ്പിച്ചിട്ട് എല്ലാവർക്കും എന്ത് കിട്ടാനാ? എനിക്കിഷ്ടമുള്ള ആളെയല്ലേ ഞാൻ സ്വീകരിക്കേണ്ടത്. പിന്നെ നന്ദുവിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാം അനി, നീ പറയൊന്നും വേണ്ട, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്റെ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ കാര്യം അറിയാലോ. അവർക്ക് ആർക്കും ഈ ഒരു വിവാഹത്തിനോട് താല്പര്യമില്ല. നിന്നെ മരുമകനായിട്ട് സ്വീകരിക്കാനോ അവളെ ഈ തറവാട്ടിലേക്ക് മരുമകളായിട്ട് വിടാനോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നത്? വേറെ പണിയില്ലേ നിനക്ക്? ആ അവന്തികനെ വിവാഹം കഴിക്കാൻ പറയുമ്പം ഏടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഏടത്തിയുടെ ഭർത്താവ് പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ. ഏടത്തി ഒരു കാര്യം ഓർത്തോ, ഏടത്തി ഇപ്പം അനുസരിക്കുന്ന ഈ ഭർത്താവ് ഉണ്ടല്ലോ, ദുഷ്ടനാ. ഏടത്തിയുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ അത്രയൊക്കെ പറഞ്ഞിട്ടും ഏടത്തി വിശ്വസിച്ചിട്ടില്ല. എന്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടല്ലോ? ഏടത്തി ഒരു മരമണ്ടി ആയതുകൊണ്ട് ഏടത്തി ഇതൊന്നും വിശ്വസിക്കാത്തത്. അത് ഏടത്തിക്ക് പതുക്കെ മനസ്സിലാവുമെന്ന് പറയുമ്പോഴത്തേക്കും, ഓ ഞാൻ മരമണ്ടിയാണെങ്കിലേ ഞാനങ്ങ് സഹിച്ചോളാം. നിനക്കറിയാലോ, ഞാൻ ചെന്നൈ പിന്നെ AM ജ്വല്ലറി കുറച്ച് കയറി വന്നതും ഇപ്പൊ AM ജ്വല്ലറി നമ്മുടെ ഒപ്പം നിൽക്കുന്നതും ഒക്കെ അത് മരമണ്ടി ആയിട്ട് തന്നെയാണല്ലോ അല്ലെ? നീ ഇതെപ്പോഴും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം ഇതെപ്പോഴും എന്റെ ഏടത്തി ഒന്ന് ഓർത്തു വെച്ചാൽ മതി. സ്വന്തം മാതാപിതാക്കൾ ഒരിക്കലും ഏടത്തിയുടെ ഇതിനു വേണ്ടി ഒന്നും പറയത്തില്ല. സ്വന്തം മാതാപിതാക്കൾ എപ്പോഴും നമുക്ക് ഇതിനു വേണ്ടി നിൽക്കത്തുള്ളൂ. അത് ഏടത്തി ഒന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ ഏടത്തിയുടെ ഈ ഒരു മണ്ടത്തരമൊക്കെ തീർന്നേനെ. ഏടത്തി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറും പൊട്ടത്തരമാണ്. പിന്നെ എന്നെ പറഞ്ഞു മാറ്റാനൊന്നും ഏടത്തിക്ക് പറ്റത്തില്ല. എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതുപോലെ നടക്കത്തുള്ളൂ. ഇവിടെ ആര് പറയുന്ന പോലെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യ മനസ്സിൽ വിചാരിക്കുക, എല്ലാവരും കൂടെ കുറെ നാൾ എന്നെ ഇട്ട് പറ്റിച്ചതല്ലേ, എന്നെ എല്ലാവരും കുറെ നാൾ ഇട്ട് പറ്റിച്ച് എന്നെ ഇട്ട് വട്ടം ചുറ്റിയില്ലേ, എന്നെ മണ്ടിയാക്കിയില്ലേ, ഇനിയിപ്പൊ സ്വയമേ ഞാനങ്ങ് മണ്ടിയാകുന്നല്ലോ അഭിനയിക്കുകയാണ്, എല്ലാവരെയും ഞാനും ഒന്ന് പറ്റിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അഭി വരികയാണ്. അപ്പൊ അഭി വന്നിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, എനിക്ക് പറയുന്ന ആവന്തികയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അത് പിന്നെ അഭിയേട്ട എന്നല്ല, സോറി, അഭിയുടെ അനിയത്തിയൊക്കെയാണ്. പക്ഷെ അനിയത്തി ഇപ്പൊ നമ്മുടെ കൂടെ അല്ലല്ലോ നിൽക്കുന്നത്. അവളിപ്പം ഈ വീട്ടുകാരുടെ കൂടെയല്ലേ, AM ജ്വല്ലറിയുടെയും കൂടെയല്ല, ഈ വീട്ടുകാരുടെ കൂടെയാണ്. അനന്തപുരി തറവാട്ടിലും അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയിലും ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയല്ലേ അവള് നടക്കുന്നത്. അപ്പൊ പിന്നെ അവളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ അവൾ അനിയെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മീച്ചൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ അതൊക്കെ നിന്റെ തോന്നലാണ്. അവള് ചിലപ്പോ ഇതൊക്കെ അഭിനയിക്കുന്നതാണെങ്കിലോ, അവള് അഭിനയിച്ച് നിൽക്കുന്നതാണെങ്കിലോ, അവള് ചിലപ്പോ നമ്മുടെ കക്ഷിയിലേക്ക് തന്നെ തിരിച്ച് വന്നേക്കാം. അവൾ എന്റെ പെങ്ങളല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, അഭി എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ നമ്മുടെ ആവന്തിക അഭിയുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണോ, നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാകുമെന്നാണോ, അല്ലെങ്കിൽ പിന്നെ അവളിപ്പോ അഭിനയിക്കുന്നതാണെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആർക്കും അറിയാത്തൊരു കാര്യം അതൊക്കെ. നീ ഇപ്പം അത് ഒത്തിരി കൂടുതൽ അന്വേഷിക്കാനും തിരക്കാനൊന്നും പോകണ്ട. ഏതായാലും ആവന്തികയെ സപ്പോർട്ട് ചെയ്തെന്ന് ഓർത്തും അല്ലെങ്കിൽ ആവന്തിക അനിയെ വിവാഹം കഴിച്ചെന്ന് ഓർത്തും നമുക്കൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, ആണോ അങ്ങനെയുണ്ടോ? അപ്പം അവധിക എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക. അതൊക്കെ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ നീ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അഭി എന്നെ ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം എന്റെ അച്ഛനും അമ്മയും എന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആ ഡേവിഡ് സാറിനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിച്ചത്. അപ്പോഴാണ് വെറും നിരപരാധിയാണ് അഭി എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അഭി അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വെറും മരമണ്ടിയായി പോയല്ലോ എന്റെ ഭാര്യ. ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തന്നെ എനിക്ക് നല്ലത്. ഒരിക്കലും എന്റെ കാര്യങ്ങളൊന്നും നീ അറിയാൻ പോകുന്നില്ലടി എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അഭി മനസ്സിൽ എന്താ ഇപ്പം വിചാരിച്ചെന്ന് ചോദിക്കുമ്പോ, ഒന്നുമില്ല. അല്ല, നിനക്ക് അല്ലെ, നീ ഇപ്പൊ ഒരുങ്ങി നിൽക്കുന്ന എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അറിയാലോ, ഇന്ന് ഇപ്പം എന്തൊരു കോമ്പറ്റീഷൻ നടക്കണുണ്ട്. AM ജ്വല്ലറിയും അങ്ങനെ ജുവലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ AM ജ്വല്ലറി ഒന്നാമത് എത്തണമല്ലോ. എന്റെ ചേച്ചിയല്ല, സോറി, എന്റെ അനിയത്തിയാണെങ്കിൽ ഇപ്പം അമ്പലത്തില് രാവിലെ മുതൽ ചെന്ന് കിടന്ന് പ്രാർത്ഥന തുടങ്ങി കാണും. അവർക്ക് മന്ത്രവും കുതന്ത്രവും ഒക്കെ നന്നായിട്ട് അറിയാം. അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് എന്റെ പ്രാർത്ഥനയായിരിക്കും ദൈവം കേൾക്കാൻ പോകുന്നത്. ഇന്ന് നോക്കിക്കോ,
നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ തല തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരിക്കും ഇന്ന് AM ജ്വല്ലറി മുമ്പിൽ വരാൻ പോകുന്നെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ അത് തന്നെ വേണം, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നീ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു വാ, നമുക്ക് തന്നെ ആയിരിക്കും വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മൂകാംബികയെന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് അഭി ഇത് തൊട്ടോട്ട് പോയിട്ടുണ്ടെങ്കിൽ സത്യത്തിന്റെ ദേവിയാ മൂകാംബിക ദേവി, അപ്പം സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ, നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് തൊട്ട് കൊടുത്തിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കാം, വെറും കള്ളത്തരം മാത്രം കാണിക്കുന്ന നീ ഈ കുറി തൊട്ട് കഴിഞ്ഞാൽ മൂകാംബിക ദേവി നിന്നെ തോൽപ്പിക്കുള്ളടാ, അതാ എനിക്ക് കാണേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഇത് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അഭി തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്ന് പോകണം, തൊഴണം, മൊത്തം കുറെ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സമയത്ത് നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ, നവ്യ അമ്പലത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ അനിയെ അനുഗ്രഹിച്ച് വിടുകയാണ്. അപ്പം കോമ്പറ്റീഷൻ ആണല്ലോ, എന്തോ ജ്വല്ലറിയുടെ ഡിസൈൻ വരയ്ക്കുന്ന കോമ്പറ്റീഷൻ അങ്ങാണ്ടാണ്. അപ്പം നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ഡിസൈൻ നേരത്തെ വരച്ചു കഴിഞ്ഞു, നമ്മുടെ നയന വരച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ അത് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓ പിന്നെ ആ ഡിസൈന് വേറെ ആരെ കൊണ്ടെങ്കിലും നിനക്ക് ഡിസൈൻ വരപ്പിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ അനി പറഞ്ഞിങ്ങനെ തണുപ്പിക്കുകയാണ്. പക്ഷെ മുത്തശ്ശൻ വെറുതെ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. മാത്രമല്ല നയന വരയ്ക്കാതെ വേറെ ആര് വരച്ചാലും ആ ഒരു ഇത് ഒക്കത്തില്ല എന്ന് നന്നായിട്ട് മുത്തശ്ശൻ അറിയുകയും ചെയ്യാം. അങ്ങനെ അനിയെ അനുഗ്രഹിച്ചു വിടുകയാണ്. അനിയെ അനുഗ്രഹിച്ചു വിട്ടു. അപ്പൊ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ മുത്തച്ഛൻ വിളിക്കാറ് കേട്ടോ. മുത്തച്ഛൻ വിളിച്ചിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ഞാൻ വരച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട് അനിക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു മോളെ അതിനെ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കാണിക്കണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, അവർക്കൊക്കെ മുമ്പിൽ നമ്മൾ ശത്രുക്കളാണല്ലോ. നീ എത്രയും പെട്ടെന്ന് ആദർശനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യിപ്പിക്കണം. അറിയാലോ, ഇന്ന് ഒരു നല്ല ദിവസമായിട്ട് പോലും എനിക്ക് നീ വരച്ച ആ കോലം, അല്ലെങ്കിൽ നീ ആ രാവിലെ എണീറ്റ് മുറ്റത്ത് വരയ്ക്കുന്ന കോലം, ആ ഒരു കാഴ്ച ഒന്നും കാണാൻ പറ്റണില്ല. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കണം. നീ ആദർശനോട് ചൂട് കയറ്റണം, ആദർശനോട് പറഞ്ഞ എല്ലാ കാര്യവും പെട്ടെന്ന് നീക്കുപോക്ക് ഉണ്ടാക്കിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം പൂജാമുറിയിലെ പൂജകളും കാര്യങ്ങളുമായിട്ട് ദേവയാനിയും മുത്തശ്ശിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി മുമ്പിൽ എത്താനും ആ ഡിസൈനിന് തന്നെ പ്രൈസ് കിട്ടാനും ആ ഡിസൈൻ തന്നെ സെലക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പൂജാമുറിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയും ആദർശും കൂടെ നേരെ അമ്പലത്തിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിലേക്ക് ചെല്ലുന്നു, അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനു മുമ്പ് അനിയും വന്നു കേട്ടോ, നമ്മുടെ നയനയുടെ അടുത്തേക്ക് അനിയും വന്നു. ഇവരൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെയാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ആൾക്കാരായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നയനയും ആദർശം പോകുന്നില്ലെന്ന് തോന്നുന്നു, അനി പോകുന്നുണ്ടല്ലോ. അപ്പം ഈ ഡിസൈൻ ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ അനി പോകുന്നുണ്ട്. ഈ സമയത്ത് നയനയും ആദർശം കൂടെ നേരെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നമ്മുടെ നവ്യ വരുന്നുണ്ട്. അപ്പൊ നവ്യനെ കണ്ടതും പെട്ടെന്നൊന്ന് സ്റ്റക്കായി പോയിട്ടോ. അപ്പൊ നവ്യ ഓടി വന്നിട്ട്, ഓ മൂർത്തീസ് ജ്വല്ലറി മുന്നിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കുമല്ലേ, രാവിലെ തന്നെ കിടക്കപ്പായിന്ന് ഇങ്ങനെ എണീറ്റ് പോന്നോന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മൂർത്തീസ് ജ്വല്ലറി മുമ്പിൽ എത്തുന്നത് തന്നെയാണ് നവ്യേച്ചി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരാതെ പിന്നെ എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വന്നത് ഞാൻ. അല്ല, നവ്യേച്ചി വന്നത് AM ജ്വല്ലറിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ചോദിക്കാനുണ്ടോ? AM ജ്വല്ലറി തന്നെ ആയിരിക്കും എടി മുമ്പിൽ എത്തുന്നത്. നിങ്ങളെ കള്ളവും കൗശലവും ഒക്കെ കാണിച്ചിട്ട് ഇതൊന്നും നേടിയെടുക്കാൻ പോകുന്നില്ല. നോക്കിക്കോ, ഇന്ന് എന്റെ അഭി തന്നെ ആയിരിക്കും നേട്ടം കൈവരിക്കുക. എന്റെ അഭിക്ക് തന്നെ ആയിരിക്കും ഇന്ന് എന്റെ അഭിക്ക് തന്നെ ആയിരിക്കും ഇന്ന് അവിടെ ഒരു സ്ഥാനം കിട്ടുക. പിന്നെ നീ വരച്ചതായതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒരു ഇത് വന്നേക്കാം. എന്നിരുന്നാൽ പോലും ഞങ്ങള് നിങ്ങളുടെ ഒപ്പം എത്തിയില്ലോ, AM ജ്വല്ലറി നിങ്ങളുടെ ഒപ്പം എത്തിയില്ലോ, മൂർത്തീസ് ജ്വല്ലറിയുടെ ഒപ്പം എത്തിയില്ലോ, അത് ഓർത്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് അഭിമാനിക്കാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു അഭിമാനമല്ലേ. നീ നോക്കിക്കോ, ഒരു 2-3 മാസം കൊണ്ട് ഞങ്ങളെ കൈയെത്തി പിടിക്കാൻ പറ്റാത്തത്രയും ഉയരെ ആയിരിക്കും ഞങ്ങളെ മൂർത്തീസ് ജ്വല്ലറി കയറി പോവുക. പിന്നെ ഈ പറയുന്ന നവ്യ നിന്നോട് പറഞ്ഞു, ആദർശട്ടോ പറയുന്നത്, ഈ പറയുന്ന നവ്യ നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അച്ഛനും അമ്മയും പോലും പറയുന്നത് വിശ്വസിക്കാതെ നീ ആ മരമണ്ടന്റെ പുറകെ നടക്കുകയല്ലേ. അവൻ കാണിക്കുന്ന ദുഷ്ടത്തരങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കല്ലേ. പിന്നെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോ എന്റെ അഭിയല്ല ദുഷ്ടൻ, നിങ്ങളാണ് ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പതിയെ മനസ്സിലാവും. അവളുണ്ടല്ലോ നമ്മുടെ ചിന്നുമോളാണോ ചിഞ്ചുമോളാണോ, പെട്ടെന്ന് പേര് മറന്നു പോയിട്ടോ. അഭിയുടെ കുഞ്ഞിന്റെ അമ്മ എന്ന് ഞാനിപ്പോ പറയട്ടോ. അഭിയുടെ കുഞ്ഞിന്റെ അമ്മ ഇപ്പൊ റിക്കവർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അഭിയുടെ കുഞ്ഞിന്റെ അമ്മ എന്ന്
ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഓ അവള് റിക്കവർ ആയിട്ട് വന്നെന്ന് ഓർത്തോണ്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവള് സത്യമല്ല പറയുന്നതെങ്കിലോ? അവള് ചിലപ്പോ സത്യം പറയണമെന്നില്ലല്ലോ, നിങ്ങളൊക്കെ പറയുന്നതായിരിക്കുമല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ ആദർശ് തന്നെ പറയാണ്, അതിനുള്ള തെളിവുകളുമായിട്ട് പ്രൂഫുമായിട്ട് അവള് വരത്തുള്ളൂ, അവള് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകും, അപ്പം അഭി തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് തെളിയുകയും ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും അത് അപ്പോഴല്ലേ, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ വെല്ലുവിളിച്ച് തന്നെ നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണേ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. ഇനിയിപ്പം അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുവോ, അതിനു മുമ്പ് എന്തൊക്കെ സംഭവിക്കും, അതോ ഇനിയിപ്പം നമ്മുടെ നന്ദുവും അനിയും ഒളിച്ചോടും? ഒരിക്കലും ഒളിച്ചോടാൻ ചാൻസ് ഇല്ല, നമ്മുടെ നന്ദു അങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം സംഭവിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്തിക ആരാണെന്നും നമ്മുടെ നാഗേന്ദ്രനും അതുപോലെ ഡേവിഡും ഇവരെയൊക്കെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ആ കല്യാണം നടക്കാനും പോകുന്നില്ല. അപ്പൊ ഉടനെ തന്നെ ആ സത്യങ്ങൾ കണ്ടുപിടിക്കുമായിരിക്കാം, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.